കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുൻപ് ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനായിരിക്കും സർക്കാർ നീക്കം. ആദായ നികുതി ഇളവുകൾ, ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള സഹായമടക്കം ബജറ്റിലുണ്ടാകാനാണ് സാധ്യത. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബഡ്ജറ്റിലാണ് കർഷകർക്ക് വർഷം 6000 രൂപ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പ്രഖ്യാപനമുണ്ടായത്. 5 ലക്ഷം വരെ വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതും ഇതേ ബജറ്റിൽ തന്നെയായിരുന്നു. 5 വർഷത്തിനു ശേഷം 2024 പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 2019 പ്രതീക്ഷ ബഡ്ജറ്റിൽ ജനങ്ങൾക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വൻ ജനപ്രിയ പദ്ധതികൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബഡ്ജറ്റിലുണ്ടായേക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലുള്ള വനിതാ കർഷകർക്ക് 6000-ൽ നിന്ന് 12000 രൂപയാക്കി സഹായം വർദ്ധിപ്പിച്ചേക്കാം. രാജ്യത്ത് ആകെ സ്ത്രീ കർഷകരിൽ തന്നെ 13% പേർക്ക് മാത്രമാണ് ഭൂമി ഉള്ളത് എന്നതിനാൽ വലിയ ബാധ്യതയ്ക്ക് വഴിവെക്കില്ലെന്നതും പ്രഖ്യാപനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത് കണക്കിലെടുത്ത് കായിക രംഗത്തും പ്രഖ്യാപനങ്ങൾ വന്നേക്കും. പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നീ 2 വലിയ പ്രശ്നങ്ങളെ സർക്കാർ ബജറ്റിൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്നതിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ബജറ്റ് അവതരണത്തിന്റെ തലേദിവസം സഭയിൽ വയ്ക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇത്തവണ ഉണ്ടാകില്ല. പകരം ധനമന്ത്രാലയം കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യൻ സമ്പദ് രംഗത്തെക്കുറിച്ചുള്ള അവലോകന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.